സമ്പൽ സമൃദ്ധിയുടെയും ഒരു പുത്തൻ ഓണം കൂടെ വരവായി. ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഓണം സ്പെഷ്യൽ എപ്പിസോഡിൽ കുറച്ച് സ്പെഷ്യൽ വിഭവങ്ങൾ പരിചയപ്പെടുത്താൻ നമ്മുടെ കൂടെ ഒരാളും കൂടെ വന്നിട്ടുണ്ട്. മറ്റാരുമല്ല, സോജി മനോജ് പാലാത്തറയാണ്. സോജി ആൻഡി, ഹായ്. കുറച്ചാളല്ലേ കണ്ടിട്ട്. അപ്പം അഡ്വാൻസ് ഹാപ്പി ഓണം. ഓക്കെ, ഹാപ്പി ഓണം. അപ്പൊ എന്താണ് ഇന്ന് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്ന് ഓണം പ്രമാണിച്ച് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് മുളയരി പായസമാണ്. മുളയരി പായസത്തിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മുളയരി 1.5 കപ്പ്, നമ്മുടെ ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നതാണ് ഇത്. ശർക്കരപ്പാനി അത് 600 ഗ്രാം ശർക്കരയുണ്ട്. ഇത് ചവ്വരി 2 ടേബിൾ സ്പൂണ്, തേങ്ങയുടെ 1/4 പാല് 2 കപ്പ്, 2 കപ്പ് തേങ്ങാപ്പാൽ, 2/2 പാല് 3 കപ്പ്. ഇത് ഏലക്ക 15 ഏലക്കയുണ്ട്, ഒരു കഷ്ണം ചുക്കുണ്ട്, 1 ടീസ്പൂൺ ജീരകം. ഇത് നമ്മൾ ഉണക്ക തേങ്ങ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അതിൽ 3 ടേബിൾ സ്പൂണ്, 50 ഗ്രാം അണ്ടിപ്പരിപ്പ്, 50 ഗ്രാം കിസ്മിസ്, 6 ടേബിൾ സ്പൂൺ നെയ്യ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മുളയരി ഉണ്ടാക്കാനായിട്ട്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പരിചയപ്പെട്ടു. ഇനി നമുക്ക് എങ്ങനെയത് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ആദ്യം നമുക്ക് ഈ നെയ്യുടെ പകുതി ഒഴിച്ച് നട്ട്സ്, കിസ്മിസ്, തേങ്ങ വറുത്തെടുക്കാവേ. നമ്മൾ ആദ്യമേ കുറച്ച് കിസ്മിസ് ഇട്ടു. ഇത് അതായിട്ട് നമ്മൾ അതോടെ ഇട്ട് ആദ്യമേ വറുത്ത് കോരിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഇതിങ്ങനെ ഈ പരുവത്തിൽ നമ്മളിങ്ങനെ കോരിയെടുക്കണേ. ഇത് വരുമ്പം തന്നെ നമ്മളിത് കോരിയെടുക്കണം. ഓക്കെ. ആൻഡ് നമ്മൾ ഇന്ന് മുളയരി പായസം ഉണ്ടാക്കുകയെന്ന് പറയും. മുളയരിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? മുളയരിക്ക് ഒത്തിരി ഗുണങ്ങളുള്ള ഒരു സാധനമാണ്. നമുക്ക് ഈ കൊളസ്ട്രോൾ ഉള്ളവർക്കും ഷുഗർ ഉള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒന്നാണ്. അതിനൊത്തിരി ഫൈബറുണ്ട്. അതിൻ്റെ പുറത്തിന് നല്ല കട്ടിയാണ്. അപ്പോൾ നല്ല ഫൈബറും ഒക്കെ ഉള്ളതുകൊണ്ട് കൊളസ്ട്രോളുകാർക്കും ഷുഗറുകാർക്കും ഒക്കെ കഴിക്കാൻ പറ്റുക. പിന്നെ ഈ മുളയരി ഉണ്ടാകുന്നത് ആ മുളയുടെ ലൈഫിൽ ഒറ്റ പ്രാവശ്യം ഈ മുള പൂക്കത്തുള്ളൂ. ആ മുള പൂത്ത അരി ഉണ്ടാകുന്നതോടെ ആ മുളയുടെ ലൈഫ് കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതത്ര ഒത്തിരി അവൈലബിളായ ഒരു സാധനമല്ല ഈ മുളയരി. നമ്മുടെ ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നില്ല മാർജിൻ ഫ്രീയിലും ഒന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇത് വയനാട്ടിൽ പോയപ്പം മനോജ് പോയപ്പം മേടിച്ചുകൊണ്ട് വന്നതാണ്. കൂടുതൽ നാടൻ ഇത് കിട്ടുന്ന വയനാട് ഭാഗത്തൊക്കെയാണ് കൂടുതലും മുളയരി കിട്ടുന്നത്. അപ്പം നമ്മുടെ കിസ്മിസ് വറുത്തു, നട്ട്സ് വറുത്തു. ഇനി അടുത്തതായിട്ട് തേങ്ങ കൂടെ വറുത്തു. അതെ. തേങ്ങാക്കൊത്ത് നമ്മൾ അരിയുമ്പോൾ വളരെ ചെറുതായിട്ട് വേണം അരിയാനായിട്ട്. വളരെ ചെറുതായിട്ട് അരിഞ്ഞ് അത് നമ്മൾ വറക്കുമ്പോൾ ഇച്ചിരി സമയം എടുക്കും. പക്ഷേ നല്ല ബ്രൗൺ കളർ ആകുന്നിടം വരെ വറക്കരുത്. അപ്പോൾ അത് കരിഞ്ഞു പോവും. അതിനു മുമ്പേ നമ്മളത് കോരണം. ഓക്കെ ഓക്കെ അങ്ങനെ നമ്മുടെ തേങ്ങാക്കൊത്തും റെഡി ആയി കഴിഞ്ഞു. വറുത്ത് കോരിക്കൊണ്ടിരിക്കുക. എല്ലാവരും ബ്രൗൺ കളറിലേക്ക് ഇത് ഇരുന്ന് അല്പനേരം ഇരുന്ന് മൂക്കും. അതുകൊണ്ട് നമ്മൾ കരിഞ്ഞു പോകാതെ നമ്മൾ ശ്രദ്ധിച്ച് വേണം. കരിഞ്ഞു പോയ ടേസ്റ്റ് മാറും, വേറെ ടേസ്റ്റ് ആയിപ്പോൾ. അതുകൊണ്ട് ഒരു ഇളം ബ്രൗൺ ആകുമ്പോഴേ നമ്മൾ കോരണം. ഇത് മുളയരി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് തവയിൽ 6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർക്കണം. കുതിർത്തതിന് ശേഷം നമ്മൾ ഒരു നല്ല ഇരട്ടി വെള്ളം ഒഴിച്ച് കുക്കറിനകത്ത് ഒരു 10 വിസിൽ വരുന്നിടം വരെ നമ്മളിത് വേവിക്കണം. അതുകൊണ്ട് ഇത് വേവിച്ചാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ തന്നെ ചെയ്യണം, എന്നാലേ അത് വേവുകയുള്ളൂ. നമ്മൾ നല്ലപോലെ കുതിർത്ത് വെച്ച് ഒരു 10 വിസിൽ വരെ നമ്മൾ വേവിച്ച് എടുക്കണം, എന്നാലേ ഇത് വേഗത്തുള്ളേ. ഓക്കെ, അപ്പോൾ ഇച്ചിരി സമയം എടുക്കുന്ന പണിയാണ് നമ്മൾ മുളയരി വേവിക്കാന്ന് പറഞ്ഞാൽ. നിസ്സാരക്കാരനല്ല, കുറച്ച് സമയമൊക്കെ എടുത്ത് ചെയ്യേണ്ട സാധനമാണ്. നമുക്ക് നെയ്ക്കകത്തോട്ടിട്ട് ബാക്കി നെയ്യും കൂടെ ഒഴിച്ചായിരുന്നു. ഏതും കുഴപ്പമില്ല.
ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ചവരി കൂടി നമ്മൾ ചേർക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ ചവരി. അതല്പം നേരം ഒന്ന് കുതിർത്ത് വെച്ചിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഓക്കെ. ആ ചവ്വരിയും മുളയരിയും കൂടെ കിടന്നൊന്ന് ഒന്ന് വേകണം. നല്ല നെയ്യുടെ മണമൊക്കെ അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. ഇതൊന്ന് വെന്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര വാട്ടർ ആയിട്ട് മതി. ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒഴിക്കും. ചവരി വേകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനകത്തേക്ക് നമുക്ക് ശർക്കര കൂടി ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നതാണ്. അത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം. ഏകദേശം ഒരു 600 ഗ്രാം ശർക്കര. പിന്നെ ഓരോരുത്തരും മധുരം അനുസരിച്ച് നല്ലപോലെ മധുരം വേണ്ടവർക്ക് ചുടി ഇടാം. മധുരം കുറച്ച് വേണ്ടവർക്ക് അല്പം കൂടെ കുറച്ചാലും കുഴപ്പമില്ല. ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഏകദേശം 600 ഗ്രാം ശർക്കര. ഇനി ഇതിനകത്ത് കിടന്ന് നല്ലതുപോലെ വരണ്ട് വരണം. ഈ ശർക്കര ഇതും എല്ലാം കൂടെ കൂടി യോജിച്ച് നല്ല വരണ്ട് വരുന്ന പരുവത്തിലേക്ക് ആകണം. നമ്മൾ അതിനെ ഇളക്കി കൊടുക്കണം. ആ വരണ്ട് വരുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഈ ശർക്കര കിടന്ന ആ ചവ്വരി, ഈ ശർക്കരയിലും നെയ്യിലും ഒക്കെ കൂടെ കിടന്ന ആ ചവ്വരി നല്ലപോലെ ചവ്വരിയിൽ ഈ മധുരം ഇതൊക്കെ പിടിക്കണം. അത് നമ്മൾ ശർക്കരപ്പാനി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അല്പം വെള്ളം ഒഴിച്ചേ ശർക്കര ഉരുക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വെള്ളം കൂടുതലായാൽ അത്രയും വെള്ളം കിടന്ന് പറ്റേണ്ടി വരും. അതുകൊണ്ട് പാനിയാകുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആ ശർക്കര ഉരുക്കി എടുക്കാവുള്ളൂ. നമ്മുടെ പായസം ഇങ്ങനെ ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. അതതിൻ്റെ ഇളക്കുമ്പോഴത്തെ കൺസിസ്റ്റൻസി ഒക്കെ മാറി തുടങ്ങി. അതെ. ഇതിപ്പം ഇതുണ്ടോ ഏതാണ്ട് വരണ്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ കുറുകി ഇത് ഇങ്ങനെ വരുമ്പോൾ അതെ മാറി നല്ലപോലെ. അപ്പോൾ അല്പം നെയ്യും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്നുകൂടി അല്പം നേരം കൂടി ഒന്ന് ഈ നെയ്ക്കകത്ത് കിടന്ന് നല്ലപോലെ ഇതൊന്ന് ഒന്നുകൂടി ഒന്ന് വരളും.
അല്ല ഇപ്പം നല്ലപോലെ വരണ്ട് വന്നിട്ടുണ്ട്, നല്ലപോലെ ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. ആദ്യം രണ്ടാം പാലാണ് ഒഴിക്കുന്നത്. രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. രണ്ടാമത് പിന്നെ നെയ്യൊക്കെ ഒഴിച്ച് പിന്നെ അതൊന്നുകൂടി കുറുകി നന്നായിട്ട് കുറുകി വന്നിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. അത് ഏകദേശം എത്ര പാലുണ്ടാവും? ഇത് 3 കപ്പ് പാലുണ്ട്. ഓക്കെ. കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നമ്മൾ ചേർത്ത് ഇളക്കി എടുക്കണം. ബാക്കി കൂടെ ചേർത്താണ്. എടുത്ത് വെച്ച് രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ചു. ഇത് നല്ലപോലെ ഒന്ന് തിളയ്ക്കണം. കുറച്ച് സമയം തിളച്ചുകൊണ്ടിരിക്കണം അതോ അല്പം നേരം ഒന്ന് തിളച്ചാൽ മതി. ഒന്ന് തിളച്ച് ഒന്ന് ഇതെല്ലാം കൂടി ഒന്ന് യോജിച്ചാൽ മതി. ഇപ്പം രണ്ടാം പാൽ ഒഴിച്ചതുകൊണ്ട് ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത് രണ്ടാം പാൽ ഇതായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ രണ്ടാം പാലും ആദ്യത്തെ മിക്സും കൂടെ ഉള്ളത് എല്ലാം ഒന്ന് യോജിച്ച് വന്ന് അതിലേക്കാണ് ഇപ്പോൾ ഒന്നാം പാൽ ചേർത്ത് കൊടുത്തത്. ഇപ്പം ഏകദേശം എത്ര കപ്പ് ഒന്നാം പാലുണ്ടായിരിക്കും? ഇത് 2 കപ്പ് വേണം. 2 കപ്പ്. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് ഒത്തിരി തിളയ്ക്കണ്ട. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലപോലെ ചൂടായി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുന്ന ഒരു പരുവത്തിൽ നമുക്ക് എടുക്കാം. ഇതിപ്പോൾ പതുക്കെ ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ജീരകവും ഏലക്കായും ചുക്കും കൂടെ പൊടിച്ചത് നമുക്ക് ചേർത്തിളക്കാം. അത് ഈ ഒന്നാം പാലിനകത്ത് ഇച്ചിരി ഒന്ന് കലക്കിയിട്ട് ഒഴിക്കുവാണെങ്കിൽ അത് നല്ലപോലെ പെട്ടെന്ന് അങ്ങോട്ട് മിക്സ് ആയിക്കോളും. അല്ലെങ്കിൽ പിന്നെ അത് മിക്സ് ആകാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ പായസം ഏകദേശം അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കൂടെ പൊടിച്ച് വെച്ചിരുന്നാണ് നമ്മൾ. നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്നതും അല്പം നെയ്യും കൂടെ ചേർക്കാം. ഓഫ് ചെയ്തിട്ടാണ് ഇതെല്ലാം ഇടേണ്ടത്? അതെ, ഓഫ് ചെയ്തതിന് ശേഷം. അപ്പം നമ്മുടെ പായസം ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ കുറച്ച് ഗാർണിഷിങ് പരിപാടികളിലേക്ക് പോവാണ്. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മുളയരി പായസം റെഡി ആയിട്ടുണ്ട്. യെസ്, നമ്മുടെ പായസം റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കുറെ നേരമായിട്ട് കാത്തിരുന്ന് നമ്മുടെ മുളയരി പായസത്തെ റെഡിയായി എൻ്റെ ഫ്രണ്ട് വന്ന് ഇരിപ്പുണ്ട്. മുളയരി പായസം എങ്ങനെയുണ്ടെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതെ, നല്ല ചൂടുണ്ട്. ഞാൻ വിചാരിച്ച പോലെയല്ല, നല്ല ടേസ്റ്റാണ്. നമ്മൾ എന്താ പറയാ, ശർക്കരയുടെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. സംഭവം ഹെൽത്തിയാണ്. അപ്പം ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർക്ക് ആൻറ്റി പറഞ്ഞ പോലെ ട്രൈ ചെയ്യാം. കിട്ടാനുള്ള ഇച്ചിരി പാട് മാത്രമേ ഉള്ളൂ. കിട്ടിയ ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പം ഇതുപോലൊരു സ്പെഷ്യൽ വിഭവമായിട്ട് അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ 2 പേരുടെയും വക ഓണാശംസകൾ. If you enjoyed this video, don't forget to like, share and subscribe.